ചെറുപ്പത്തിൽ ഉണ്ടായതാണ്. അത് അഭിനയിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ നേട്ടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെയാണ് അതിൻ്റെ പരിപാടികൾ. അതിൻ്റെ ആ പ്രൊഫഷൻ്റെ അഡ്വാൻറ്റേജ് അറിഞ്ഞുകൊണ്ടല്ല അതിലേക്ക് ഇറങ്ങി പുറപ്പെടുന്നത്. അത് ആദ്യമേ നമുക്ക് അട്രാക്റ്റ് ആയതുകൊണ്ടാണ് നമ്മൾ അതിൻ്റെ പിന്നാലെ പോകുന്നത്. അത് ചെയ്യുമ്പോഴാണ് നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നത്. അപ്പോൾ നമ്മൾ ആ സാറ്റിസ്ഫാക്ഷനാണ് നോക്കുന്നത്. പിന്നെ അതേപോലെ തന്നെ ഡയറക്ടർ എന്ന് പറയുന്ന ജോലിയും അങ്ങനെ ഒരു സ്പാർക്ക് ഇല്ലാതെ നമ്മൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് ലോകത്തെ ഏറ്റവും ഏറ്റവും ബുദ്ധിമുട്ടുള്ളൊരു ജോബാണ്. കാരണം 100%, 200% ഫുൾ ടൈം ഓരോ സെക്കൻഡും ഒരു പടത്തിന് വേണ്ടിയിട്ട് നമ്മൾ നീക്കി വയ്ക്കണം. അത്രയും ഡെഡിക്കേറ്റഡ് ആയിരിക്കണം. അത്രയും ആളുകളെ ഒരുമിച്ച് നമ്മൾ കൺട്രോൾ ചെയ്ത് പുള്ളി ഒരു ലക്ഷ്യത്തിലേക്ക് എത്തിക്കണം. ഒരു ലീഡർഷിപ്പ് ഒരു ലീഡറായിരിക്കണം പുള്ളി. പിന്നെ അപ്പോൾ അത് എൻജോയ് ചെയ്തില്ലെങ്കിൽ, അത് ഉള്ളിൽ നിന്ന് ആഗ്രഹം വന്നിട്ടില്ലെങ്കിൽ ഇതെല്ലാം ഭയങ്കര വലിയ ജോബായിട്ട്, അല്ലെങ്കിൽ തലവേദന പിടിച്ച ജോലിയായിട്ട്, ടെൻഷൻ നിറഞ്ഞ ജോലിയായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് ആ ഓരോ നിമിഷങ്ങളും നമുക്ക് എനർജി തരുന്നതായിരിക്കും. അപ്പോൾ അത് ഉള്ളിൽ നിന്ന് ആഗ്രഹം ഉണ്ടാകുന്ന സമയത്ത് മാത്രമേ അത് ചെയ്തിട്ട് കാര്യമുള്ളൂ. എന്നാലാണ് ആ പ്രൊഡക്റ്റ് നന്നാവുള്ളൂ. അതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്. നമ്മൾ അതിന് അത് മാത്രം പാടില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെയാകുമ്പോൾ ഇതും നമ്മൾ സഹിക്കണം. അങ്ങനെ എല്ലാത്തിനും രണ്ട് സൈഡുകളും ഉണ്ടാവും. അപ്പം അത് മാത്രം പറ്റില്ല, അല്ലെങ്കിൽ അത് മാത്രം സംഭവിക്കരുത്, അല്ലെങ്കിൽ അങ്ങനെ ആവരുത്, എൻ്റെ നല്ലതിന് മാത്രം, അല്ലെങ്കിൽ നല്ലത് മാത്രം അല്ലല്ലോ. നമ്മുടെ വിജയങ്ങളായാലും പരാജയങ്ങളായാലും നമ്മുടെ തകർച്ചകളാണെങ്കിലും നമ്മുടെ ഉയർച്ചകളാണെങ്കിലും നമ്മുടെ മരണങ്ങൾ പോലും ആളുകൾക്ക് അതൊരു എൻ്റർടൈൻമെൻ്റ് ആണ്. അങ്ങനെ ആവണം എന്നാണ് വിചാരിക്കുന്നത്. നമ്മൾ പണ്ട് പറഞ്ഞിട്ടില്ലേ, ജോക്കർ കരഞ്ഞാലും അത് ആൾക്കാരെ സന്തോഷിപ്പിക്കുന്നു പറയുക. അപ്പോൾ അതേപോലെ ആയിരിക്കണം ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു എൻ്റർടൈനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവൻ്റെ എല്ലാതും ആൾക്കാരെ എൻ്റർടൈനാക്കി, അവരുടെ എൻ്റർടൈൻമെൻ്റ് ആക്കി എടുക്കണം, അവർ ആസ്വദിക്കണം. അത് ഉള്ളിൽ ആദ്യമേ അഭിനയത്തോടാണ് ഇഷ്ടമുള്ളത് കൊണ്ട് ആ സ്പാർക്കാണ് നമുക്ക് ആദ്യമേ കിട്ടിയിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരു ഡയറക്ടറാണ് ഇത് കിങ്, അല്ലെങ്കിൽ കിങ് മേക്കർ, അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിലെ കൺട്രോൾ ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും ടോപ്പ് പൊസിഷൻ എന്ന് പറയുന്നത് ഡയറക്ടറാണ്. അതുകൊണ്ട് നമ്മൾ ഡയറക്ടർ ആവാൻ പോയിട്ട് കാര്യമില്ല. നമുക്ക് ആ സ്പാർക്ക് ഉള്ളിലുണ്ടായാൽ മാത്രമാണ് ഇറങ്ങി പുറപ്പെടേണ്ട കാര്യമുള്ളൂ. അതൊരു ടെക്നിക്കാണ്. അതിൻ്റെ ആ ജോലി എന്താണെന്ന് അറിഞ്ഞതുകൊണ്ടും അത് ചെയ്യാൻ ഇറങ്ങിയിട്ട് കാര്യമില്ല. പിന്നെ ഇനി എപ്പോഴെങ്കിലും നമ്മൾ അങ്ങനെ സ്പാർക്ക് ചെയ്യുന്ന എന്തെങ്കിലും സബ്ജക്റ്റ് നമുക്ക് തന്നെ പറയണമെന്ന് തോന്നുകയോ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ, എൻ്റെ അവസ്ഥയിൽ ഞാനൊരിക്കൽ ഡയറക്റ്റ് ചെയ്യാനായിട്ടൊക്കെ അങ്ങനെ ഇറങ്ങിയ സമയത്തും അതിൻ്റെ സ്ക്രിപ്റ്റ് വർക്കിലിരിക്കുമ്പോഴും നമുക്ക് അതിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. നമ്മളൊരു കഥ തയ്യാറാക്കുമ്പോൾ എനിക്ക് അതിലെന്താണ് ചെയ്യാനുള്ളതെന്നാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് ചോദ്യം വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, അപ്പോൾ ഞാൻ ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടല്ലേ എന്നുള്ളൊരു ചോദ്യം. ഞാൻ എഴുതുന്ന കഥയിൽ എനിക്ക് എന്താണ് ചെയ്യാനുള്ളത്, എനിക്ക് എന്തെങ്കിലും ക്യാരക്ടർ ഉണ്ടോന്നാണ് എൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ ഉള്ളിങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഏറ്റവും ആദ്യത്തെ ആഗ്രഹം അതാണ് സഫലീകരിക്കേണ്ടത് നമ്മുടെ ലൈഫ് കൊണ്ട്. അത് പോസിറ്റീവാണെങ്കിലും നെഗറ്റീവാണെങ്കിലും നമ്മളതൊന്നും എന്തായാലും കയറി മുന്നോട്ട് നടന്നേ പറ്റുള്ളൂ. നമുക്ക് അവിടെ നിന്ന് തീർക്കാൻ പറ്റില്ല ഒന്നും. സ്റ്റിൽ എൻ്റെ ബോഡിയിൽ ഇപ്പോഴും ജീവനുണ്ട്. അപ്പോൾ നമ്മൾ ആ ജീവൻ തീരുന്നിടത്തോളം, അല്ലെങ്കിൽ അതിനെ ക്യാരി ചെയ്ത് മുന്നോട്ട് തന്നെ പോകണം. അത് നല്ല രീതിയിൽ എടുക്കാം, മോശം രീതിയിലാണെങ്കിലും എടുക്കാം, മോശമാണെങ്കിലും അതിനെ നല്ലതാക്കാം. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് നല്ല നമ്മൾ വിചാരിക്കുന്നത്. അപ്പോൾ അതെല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് നമുക്കത് ഹാൻഡിൽ ചെയ്യാൻ പറ്റി, അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റി. ഈ രണ്ടുപേരുടെയും വീട്ടിൽ നിന്നും വീട്ടുകാരുടെയും അച്ഛനും അമ്മയുടെയും, പ്രധാനപ്പെട്ട അച്ഛനും അമ്മയുടെയും സഹോദരങ്ങളുടെയും അവരുടെ ബന്ധുക്കളുടെയും ഭാര്യയുടെയും ഭാര്യയുടെ ബന്ധുക്കളുടെയും, പിന്നെ ഏത് ഷൂട്ടിങ് നടക്കുമ്പോഴാണോ വിശ്വാസത്തിൻ്റെ അതേ ഈ ടീം, ഇതിൻ്റെ ഡയറക്ടർ, പ്രൊഡ്യൂസർ, ആക്ടേഴ്സ്, പിന്നെ എൻ്റെ കൂട്ടുകാർ, ഇവരുടെയൊക്കെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് അതിനെ ഓവർകം ചെയ്ത് എനിക്ക് മുന്നോട്ട് വരാനും ആ പകുതി നിന്ന് പോയ ചിത്രം മുഴുവിപ്പിക്കാനും അതിപ്പോൾ റിലീസ് ചെയ്യാനും ഇപ്പോൾ എനിക്ക് നിങ്ങളുടെ മുന്നിൽ അത് അവതരിപ്പിക്കാനും കിട്ടിയത്. ഇതെല്ലാവരുടെ സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ്. അല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല, ഒറ്റയ്ക്ക് വിചാരിച്ചതൊന്നും നടക്കില്ല ഇതൊന്നും. അപ്പോൾ ആ സപ്പോർട്ടുണ്ട് അവരുടെ ഭാഗത്തു നിന്ന്. അതെനിക്ക് കിട്ടുന്നുണ്ട്, അതെനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഇതിൻ്റെ സത്യം അറിയാൻ പറ്റില്ല. അതെനിക്ക് പോലും ഇതിൻ്റെ ഫുള്ള് ആയിട്ടുള്ള എന്താ സത്യം എന്നുള്ളത് അറിയില്ല, കഥകൾ അറിയില്ല. ഒരുപാട് കാര്യങ്ങൾ ഞാൻ പത്രത്തിലൂടെയാണ് ഞാനും മനസ്സിലാക്കുന്നത്. അപ്പോൾ ആരെയും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. എല്ലാവർക്കും സിനിമ കാണുന്നത് പോലെ ജീവിതം ആരുടെയും വ്യക്തമല്ലല്ലോ, അല്ലെങ്കിൽ ഫ്ലാഷ് ബാക്ക് അടിച്ചിട്ട് നോക്കാൻ പറ്റില്ലല്ലോ എന്താണ് അവിടെ സംഭവിച്ചത്. അല്ലെങ്കിൽ നമ്മൾ ഒരു കേസ് അന്വേഷണ ചിത്രമാണെങ്കിൽ ഫ്ലാഷ് ബാക്ക് എന്ന് പറഞ്ഞിട്ട് എന്താണ് നടന്നതെന്ന് കാണിക്കാം. അതേപോലത്തെ ഒരു സ്വിച്ച് ഇല്ല ലൈഫിൽ.
അപ്പോൾ അറിയുന്നതും ഊഹിക്കുന്നതുമായ കുറേ കാര്യങ്ങൾ വെച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ സ്വാഭാവികമായിട്ടും ഇങ്ങനെ കുറേ ഇഷ്യൂസ് ഉണ്ടാകുമ്പോൾ അത് വാർത്തയാക്കപ്പെടും എന്തായാലും. അത് അവർക്കറിയുന്ന ന്യൂസുകൾ അവർ പുറത്തു വിടും. അത് സത്യമാണോ സത്യമല്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അതൊക്കെ പിന്നെ തെളിയിക്കപ്പെടേണ്ട കാര്യങ്ങളാണ്.